പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. പ്രവൃത്തി, ഊർജം, പവർ എന്ന ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ഫിസിക്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 25 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ഫിസിക്സ് ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണിവ. മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വൈദ്യുത ജനറേറ്ററിൽ ഉള്ള ഊർജ പരിവർത്തനം ഏതാണ്? വൈദ്യുതി ജനറേറ്ററിൽ ഉള്ള ഊർജ പരിവർത്തനം ഏതാണ്? ഉത്തരം, യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. വൈദ്യുത ജനറേറ്ററുകളിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത്. അടുത്ത ചോദ്യം, ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഉത്തരം, ഡിസംബർ 14. അടുത്ത ചോദ്യം, ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഉത്തരം, ന്യൂട്ടൺ. അടുത്ത ചോദ്യം, ഇസ്തിരിപ്പെട്ടിയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ഇസ്തിരിപ്പെട്ടിയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ഉത്തരം, വൈദ്യുതോർജം താപോർജമായിട്ടാണ് ഇസ്തിരിപ്പെട്ടിയിൽ മാറുന്നത്. വൈദ്യുതോർജം താപോർജമായിട്ട് മാറുന്നു. അടുത്ത ചോദ്യം, ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൻ്റെ ഊർജം ഏതാണ്? ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൻ്റെ ഊർജം ഏതാണ്? ഉത്തരം, സ്ഥിതികോർജം. ഒരു വസ്തുവിനെ അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിന് സ്ഥിതികോർജമായിരിക്കും ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, ഏത് വാതകത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത്? ഏത് വാതകത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത്? ഉത്തരം, ഓക്സിജന്റെ സഹായത്തോടെയാണ് ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഹൈഡ്രജൻ ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ 3ാം വർഗ ഉത്തോലകം ഏതാണ്? താഴെ പറയുന്നതിൽ 3ാം വർഗ ഉത്തോലകം ഏതാണ്? ഉത്തരം, ചൂണ്ടയാണ് 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. അടുത്ത ചോദ്യം, കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം, ഡെൻമാർക്കാണ്. അടുത്ത ചോദ്യം, സോളാർ പാനൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സോളാർ പാനൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഉത്തരം, സിലിക്കണാണ് സോളാർ പാനൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൂലകം. അടുത്ത ചോദ്യം, കപ്പി എത്രാം വർഗ ഉത്തോലകമാണ്? കപ്പി എത്രാം വർഗ ഉത്തോലകമാണ്? ഉത്തരം, കപ്പി 1ാം വർഗ ഉത്തോലകമാണ്. അടുത്ത ചോദ്യം, ഉയരത്തിൽ കെട്ടിനിർത്തുന്ന ജലം പൈപ്പ് വഴി താഴേക്കൊഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷൻ ഏതാണ്? ഉയരത്തിൽ കെട്ടിനിർത്തിയ ജലം പൈപ്പ് വഴി താഴേക്കൊഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷൻ ഏതാണ്? ഓപ്ഷൻസിൽ സോളാർ പവർ സ്റ്റേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ, വിൻഡ് പവർ സ്റ്റേഷൻ. ഇതിലേതാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിലാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, കൽക്കരിയിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണ്? കൽക്കരിയിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണ്? ഉത്തരം, കാർബണാണ് കൽക്കരിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഘടകം. അടുത്ത ചോദ്യം, എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായി പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഇത് ഐസക് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായി പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഇത് ഐസക് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? ഉത്തരം, 3ാമത്തെ ചലന നിയമമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ 1ാം വർഗ ഉത്തോലകം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ 1ാം വർഗ ഉത്തോലകം അല്ലാത്തത് ഏതാണ്? ഉത്തരം, പാക്കുപെട്ടിയാണ്. ബാക്കിയുള്ള സീസോ, ത്രാസ്, കത്രിക എന്നിവ 1ാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഉത്തരം, പാസ്കൽ. അടുത്ത ചോദ്യം, ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം? ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം,
മീഥേനും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഉത്തരം ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം. അടുത്ത ചോദ്യം, തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ഉത്തരം 0 ആയിരിക്കും തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം. അടുത്ത ചോദ്യം, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മൈക്കൽ ഫാരഡെ ആണ് വൈദ്യുതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? ഉത്തരം 746 വാട്ടാണ് ഒരു കുതിരശക്തി. ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിൻ്റെ അളവാണ്? ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിൻ്റെ അളവാണ്? ഉത്തരം ഗതികോർജത്തിൻ്റെ ശരാശരി അളവാണ് ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഉത്തരം ജൂളാണ്. അടുത്ത ചോദ്യം, അമർത്തി വെച്ചിരിക്കുന്ന ഒരു സ്പ്രിങ്ങിൽ ഏത് ഊർജമാണ് ഉള്ളത്? അമർത്തി വെച്ചിരിക്കുന്ന ഒരു സ്പ്രിങ്ങിൽ ഏത് ടൈപ്പ് ഊർജമാണ് ഉള്ളത്? ഉത്തരം സ്ഥിതികോർജമാണ്. 25 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.